മോൺസ്റ്റർ വേർഡ്സിലെ ഏറ്റവും പവർഫുൾ ആയ ഒരു ടൈറ്റൻ ആണ് ഗോഡ്സില്ല. ഗോഡ്സില്ല അറിയപ്പെടുന്നത് കിങ് ഓഫ് മോൺസ്റ്റേഴ്സ് എന്നാണ്. തോറിനെ അറിയാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല. നോർസ് മിത്തോളജിയിലെ ഒരു ദൈവമാണ് തോറ്. ഗോഡ് ഓഫ് തണ്ടർ എന്നാണ് തോറ് അറിയപ്പെടുന്നത്. സോ ഈ രണ്ട് ശക്തികൾ തമ്മിൽ ഒരു പോരാട്ടം നടന്നാൽ ആരാകും ആ പോരാട്ടത്തിൽ വിജയിക്കാൻ സാധ്യത? ഇവർ തമ്മിലുള്ള പോരാട്ടം ഒരുപക്ഷെ ലോകത്തിന് തന്നെ വൻ നാശം വിതച്ചേക്കാം. 2025 പുറത്തിറങ്ങിയ ഗോഡ്സില്ല വേഴ്സസ് തോർ എന്ന കോമിക്കാണ് നമ്മൾ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഗോഡ്സില്ലയുടെയും തോറിന്റെയും വമ്പൻ പോരാട്ടങ്ങൾ ഈ കോമിക്കിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. സോ ഒരുപാട് പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് കഥയിലേക്ക് പോകാം. കഥ നടക്കുന്നത് ജപ്പാനിലെ ആരാലും മറക്കപ്പെട്ട ഒരു കൊടും വനത്തിലാണ്. ദ ഹാൻഡ് എന്ന ഓർഗനൈസേഷന്റെ ആർച്ച് പ്രീസ്റ്റസ് ലോകത്തിലെ ഏറ്റവും വലിയ കൊലയാളികളെല്ലാം അസംബിൾ ചെയ്തിരിക്കുന്നു. ദ ഹാൻഡ് എന്ന ഓർഗനൈസേഷൻ മൊത്തം അസാസിൻസ് ആണ്. അവർ ഒരു കൾട്ടാണ്. അവർ ആരാധിക്കുന്നത് ബീസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഡീമനെയാണ്. ആർച്ച് പ്രീസ്റ്റസ് കൊലയാളികളെല്ലാം വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് വെച്ചാല് തങ്ങൾ ആരാധിക്കുന്ന ബീസ്റ്റിനെ പ്രതിനിധീകരിക്കാൻ ഒരാളെ തപ്പി നടക്കുകയായിരുന്നു ആർച്ച് പ്രീസ്റ്റസ്. ഈ ആർച്ച് പ്രീസ്റ്റസ് മുൻപൊരാളെ കണ്ടെത്തിയിരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായ കൊലയാളിയായ ഫ്രാങ്ക് കാസിൽ അഥവാ ദ പണിഷറിനെയാണ് അവർ കണ്ടെത്തിയത്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഫ്രാങ്ക് കാസിൽ അവരെ ചതിക്കുകയാണ് ചെയ്തത്. ആർച്ച് പ്രീസ്റ്റസ് അവസാനം ഒരാളെ കണ്ടെത്തിയിരിക്കുന്നു. അത് ആഘോഷിക്കാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൊലയാളികളെയെല്ലാം ആർച്ച് പ്രീസ്റ്റസ് അവിടേക്ക് കൊണ്ടുവന്നത്. അവിടേക്കെത്തിയ കൊലയാളികൾ വിചാരിച്ചത് ആർച്ച് പ്രീസ്റ്റസിന് ബീസ്റ്റിന് വേണ്ടിയിട്ട് അവരെ കൊണ്ട് ആരെയൊക്കെയോ കൊല്ലിക്കാനാണെന്നാണ്. സത്യത്തിൽ ആ കൊലയാളികളെ കൊണ്ട് ആരെയും കൊല്ലിക്കാനൊന്നുമല്ല ആർച്ച് പ്രീസ്റ്റസ് അവരെ അവിടേക്ക് കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ ആ കൊലയാളികളെല്ലാം കൊല്ലാനാണ്. ബീസ്റ്റ് എന്ന ഡീമനെ പ്രതിനിധീകരിക്കുന്നവന് വേണ്ടി അവരെ ബലി അർപ്പിക്കാനാണ്. വർഷങ്ങളോളം ആർച്ച് പ്രീസ്റ്റസ് ആ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള കൊലയാളിയെ അന്വേഷിക്കുകയായിരുന്നു. ഓരോ കാൽപ്പാടിലും വൻ നാശം വിതച്ചവൻ, അവന്റെ ഓരോ ശ്വാസത്തിലും ലോകത്തിൽ കൂട്ടക്കൊലകൾ സമ്മാനിച്ചവൻ. ലോകം അവന്റെ കാൽപാദങ്ങൾ പതിക്കുമ്പോൾ വിറയ്ക്കും. ലോകത്തിൽ വന്നതിൽ വെച്ച് അത്രമാത്രം ഭീകരത സൃഷ്ടിച്ച ഒരേ ഒരു കാര്യമേ ഉള്ളൂ: യുദ്ധത്തിൽ മരണപ്പെട്ടവരുടെ ആത്മാക്കളാൽ ഇന്ധനമാക്കപ്പെട്ട ഒരു രാക്ഷസൻ ഇപ്പോൾ കൊലയാളികളുടെ ചോരയാൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആർച്ച് പ്രീസ്റ്റസ് പറഞ്ഞ പോലെ ആ കൊലയാളികളെയെല്ലാം അവർ കൊന്നിരിക്കുന്നു. ആ കൊലയാളികളുടെ ചോര മഴത്തുള്ളികൾ പോലെ താഴേക്ക് വീഴുമ്പോൾ ഉച്ചസ്വരത്തിൽ ആർച്ച് പ്രീസ്റ്റസ് പറയുവാണ്: എല്ലാ കൊലയാളികളുടെയും രാജാവായ, രാക്ഷസന്മാരുടെ രാജാവായ ഗോഡ്സില്ല എഴുന്നേൽക്കൂ എന്ന്. അതെ, ഹാൻഡ് എന്ന ഓർഗനൈസേഷൻ ആരാധിക്കുന്ന ബീസ്റ്റ് എന്ന ഡീമന്റെ പ്രതിനിധിയായിട്ട് ആർച്ച് പ്രീസ്റ്റസ് കണ്ടെത്തിയത് മോൺസ്റ്റേഴ്സിന്റെ രാജാവായ ഗോഡ്സില്ലയെയാണ്. ദിവസങ്ങൾക്ക് ശേഷം ജപ്പാനിലെ ടോക്കിയോയിൽ ജനങ്ങൾ പരിഭ്രാന്തരായിട്ട് അവരുടെ ജീവനും കൊണ്ട് ഓടുകയാണ്. കാരണം ടോക്കിയോയിൽ ഗോഡ്സില്ലയുടെ ആക്രമണം. കണ്ണിൽ കാണുന്ന എല്ലാം നശിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഗോഡ്സില്ലയോടൊപ്പം ദ ഹാൻഡ് എന്ന ഓർഗനൈസേഷന്റെ അസാസിൻസും മുന്നോട്ട് നടക്കുന്നു. 20 വർഷങ്ങൾക്ക് മുൻപ് യോക്കോഹാമയിൽ ആക്രമണം നടത്തിയ ഗോഡ്സില്ല പിന്നീട് മരണപ്പെട്ടു എന്നാണ് ലോകം വിശ്വസിച്ചത്. ശരീരമൊക്കെ നഷ്ടപ്പെട്ട് കടൽ തീരത്ത് കറുത്ത നിറത്തിലുള്ള ഒരു ഹൃദയം മാത്രമാണ് അവശേഷിച്ചത്. ഒരിക്കലും നിർത്താതെ ഇടിക്കുന്ന ഒരു ഹൃദയം. ഗൂഡൽ കനാലിലും ഇവോജാമയിലും ഒക്കിനാവയിലെ ബീച്ചുകളിലും ശവങ്ങൾ കൂമ്പാരമായി കിടക്കുന്നു. ഇത് നഗരങ്ങളെയും കോണ്ടിനെന്റ്സിനെയും ചവിട്ടി മെതിക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു കോപമാണ്. ബഹിരാകാശത്ത് പോലും ആ കോപത്തിന്റെ പ്രത്യാഘാതം ഉണ്ടാകുന്നുണ്ടാകാം. ഗോഡ്സില്ലയെ നോക്കൂ, എന്നിട്ട് എന്നോട് പറയൂ, ഇത്രയും മനോഹരമായ എന്തെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? എത്ര അനുഗ്രഹീതമായ പ്രഭാതം! ബീസ്റ്റിന്റെ ചുവന്ന യുഗം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അതിനെ ചെറുക്കാൻ ഒരുത്തനും ധൈര്യപ്പെടില്ല എന്ന് ആർച്ച് പ്രീസ്റ്റസ് പറഞ്ഞു തീർക്കേണ്ട താമസം. പെട്ടെന്ന് തന്നെ ആകാശത്ത് ഇടിമുഴക്കമുണ്ടാക്കി അവൻ വന്നു. അതെ, ഗോഡ് ഓഫ് തണ്ടറായ തോർ വന്നു. തോർ അതിവേഗത്തിൽ പറന്നു വന്നിട്ട് ഗോഡ്സില്ലയുടെ മുഖത്തേക്ക് ഒരു മെറ്റൽ കൊണ്ട് നിർമ്മിച്ച അദ്ദേഹത്തിന്റെ വെപ്പണായ മ്യോൾനിയർ ഉപയോഗിച്ച് ഒറ്റയടി. മ്യോൾനിയർ വന്നിടിച്ച ആഘാതത്തിൽ ഗോഡ്സില്ലയുടെ ഒരു പല്ല് വരെ ഇളകിപ്പോയി. ഗോഡ്സില്ല കാരണം മരണപ്പെടാൻ പോകുന്നവരുടെയും നിരാശരായവരുടെയും പ്രാർത്ഥനകൾ അങ്ങ് ആസ്ഗാർഡിന്റെ ഹാളുകളിൽ എത്തിയിരിക്കുന്നു. അതെ, എറ്റേണൽ റെല്ലത്തിന്റെ ഓൾ ഫാദർ അറ്റോമിക് ഡ്രാഗനെ കൊല്ലാൻ എത്തിയിരിക്കുന്നു. പക്ഷെ ഗോഡ്സില്ല മരണത്തെ ഭയപ്പെടുന്നില്ല. മരണത്തെ പോലും കീഴടക്കാൻ ഗോഡ്സില്ലയ്ക്ക് സാധിക്കും. ഗോഡ്സില്ല തല കൊണ്ട് തോറിനെ ഒറ്റയടി. ആ അടി കൊണ്ട ആഘാതത്തിൽ തോറ് ഒരു ബിൽഡിങ്ങിലേക്ക് ചെന്ന് വീണു. തോർ തന്റെ വെപ്പണായ മ്യോൾനിയറിന്റെ സഹായത്തോടെ തന്റെ ലൈറ്റ്നിങ് പവേഴ്സ് ഗോഡ്സില്ലയ്ക്ക് നേരെ പ്രയോഗിക്കുന്നു. ഗോഡ്സില്ല വിട്ടുകൊടുക്കുമോ? ഗോഡ്സില്ല തന്റെ ചുട്ടുപഴുത്ത ബീം തോറിന്റെ നേരെയും പ്രയോഗിച്ച് തോർ നിന്ന ആ ബിൽഡിംഗ് തന്നെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നു. ഗോഡ്സില്ലയോട് മയത്തിൽ പെരുമാറേണ്ട കാര്യമൊന്നുമില്ലെന്ന് തോറിന് നന്നായിട്ട് അറിയാം.
കരയിലായാലും കടലിലായാലും ഗോഡ്സില്ല വിനാശകരമായ ശക്തിയാണ്. അതുകൊണ്ട് തോർ ഒരു ബുദ്ധി അങ്ങോട്ട് പ്രയോഗിക്കുന്നു. അതായത് തോർ തന്റെ അത്ഭുത ശക്തികൾ പ്രയോഗിച്ച് കൊടുങ്കാറ്റും ചുഴലിക്കാറ്റുമൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ചുഴലിക്കാറ്റിന്റെ സഹായത്തോടെ ഗോഡ്സില്ലയെ ആകാശത്തേക്ക് എടുത്തുയർത്തുന്നു. ആ ദിവസം ടോക്കിയോയുടെ ആകാശത്ത് ദൈവം ഗോഡ്സില്ലയുമായിട്ട് പോരാടി. അവരുടെ പോരാട്ടം 4ഓളം കോണ്ടിനെന്റ്സിനെ പിടിച്ചു കുലുക്കി. മണിക്കൂറുകളോളം തോറും ഗോഡ്സില്ലയും തമ്മിൽ പോരാടി. അവരുടെ പോരാട്ടം ലോകത്തെ തന്നെ അവസാനിപ്പിക്കുമോ എന്ന് തോന്നിപ്പോകും. തോറിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇഗ്ഡ്രാസിൽ എന്ന വേൾഡ് ട്രീയുടെ ശിഖരങ്ങൾ എണ്ണി തീർക്കുന്നതിനേക്കാളേറെ മ്യോൾനിയർ കൊണ്ട് ഗോഡ്സില്ലയെ തോർ ആക്രമിച്ചിരിക്കുന്നു. എന്നിട്ടും ഗോഡ്സില്ലയ്ക്ക് ഒന്നും സംഭവിക്കുന്നില്ല. ഗോഡ്സില്ലയും തോറും തമ്മിലുള്ള പോരാട്ടത്തിന്റെ ശബ്ദം ഒരു സംഗീതം കേൾക്കുന്ന സുഖത്തോടെയാണ് ആർച്ച് പ്രീസ്റ്റസ് കേൾക്കുന്നത്. മോത്ര കിങ് ഗിദോറ എന്ന മോൺസ്റ്റേഴ്സിനെ കൊന്ന സമയത്തുള്ള ഗോഡ്സില്ലേക്കാൾ 10 മടങ്ങ് ശക്തനാണ് ഇപ്പോഴുള്ള ഗോഡ്സില്ല എന്നൊക്കെ ആർച്ച് പ്രീസ്റ്റസ് ഗോഡ്സില്ലയെ നോക്കി വാഴ്ത്തി പാടുകയാണ്. ഗോഡ്സില്ലയെ എങ്ങനെയെങ്കിലും തറ പറ്റിക്കണമെന്ന് തീരുമാനിക്കുന്ന തോറ് മ്യോൾനിയറിന്റെ സഹായത്തോടെ ഫ്രോസ്റ്റേൺസിന്റെ വേൾഡായ ജോട്ടൻഹെയിമിലേക്ക് ഒരു പോർട്ടൽ ഓപ്പൺ ആക്കുന്നു. ജോട്ടൻഹെയിമിൽ നിന്നും പുറപ്പെട്ട മുഴുവൻ ലോകങ്ങളെയും മരവിപ്പിക്കാൻ സാധിക്കുന്ന തണുത്ത കാറ്റ് ഗോഡ്സില്ലയെ വലയം ചെയ്യുകയും ആ തണുത്ത കാറ്റ് ഗോഡ്സില്ലയെ ഫ്രീസ് ആക്കി മാറ്റുകയും ചെയ്യുന്നു. തോറും ഗോഡ്സില്ലയും തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് ആഴ്ചകൾക്ക് ശേഷം ഗോഡ്സില്ല ഇപ്പോഴും ഫ്രോസ് ആയിരിക്കുകയാണ്. ജപ്പാനിലെ സെൽഫ് ഡിഫൻസ് ഫോഴ്സും മിലിറ്ററി ഫോഴ്സും ആ സ്ഥലം ക്വാറന്റൈൻ ചെയ്തിരിക്കുന്നു. ഗോഡ്സില്ലയെ സൂര്യനിലേക്ക് പറഞ്ഞയക്കാമെന്ന് തോർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ തോർ ഈ കാര്യം തുടക്കം മുതൽക്കേ തന്നെ ചെയ്യേണ്ടിയിരുന്നതാണ്. ഗോഡ്സില്ല ഫ്രോസ് ആയിരിക്കുന്ന സ്ഥലത്തേക്ക് ആർച്ച് പ്രീസ്റ്റസ് എത്തി. അവിടെ ഉണ്ടായിരുന്ന സോൾജേഴ്സ് അവരെ ആ പ്രദേശത്തേക്ക് കടത്തിവിടാൻ അനുവദിക്കുന്നില്ല. ആർച്ച് പ്രീസ്റ്റസ് അവിടേക്ക് വന്നത് ഒറ്റയ്ക്കല്ല. ആർച്ച് പ്രീസ്റ്റസിനോടൊപ്പം വന്ന ഹാൻഡ് എന്ന ഓർഗനൈസേഷന്റെ അസാസിൻസ് അവിടെ ഉണ്ടായിരുന്ന സോൾജേഴ്സിനെ എല്ലാം ആക്രമിച്ചു കൊല്ലുന്നു. ആർച്ച് പ്രീസ്റ്റസ് അവിടേക്ക് എത്തിയത് ഗോഡ്സില്ലയോട് പ്രാർത്ഥിക്കാനാണ്. അവൾ ആദ്യം തന്നെ ഗോഡ്സില്ലയോട് ക്ഷമ ചോദിക്കുന്നു. കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് ആർച്ച് പ്രീസ്റ്റസ് ഗോഡ് ഓഫ് തണ്ടറായ തോറിനെ പറ്റി തനിക്ക് പറ്റുന്ന പോലെയെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിരവധി ഭയാനകരമായ ശത്രുക്കളെ തോർ നേരിട്ടിട്ടുണ്ട്. വേൾഡ് സെർപ്പന്റ്, ഡാർക്ക് എൽഫായ മാലിക്കേത്ത്, മാഡ് ടൈറ്റനായ താനോസ്, അൺസ്റ്റോപ്പബിൾ ആയ മാംഗോഗ്, ഇവരോടൊക്കെ തോർ പോരാടിയിട്ടുമുണ്ട്. അവരെയെല്ലാം തോർ പരാജയപ്പെടുത്തിയിട്ടുമുണ്ട്. അങ്ങനെയാണല്ലോ തോർ ദേവന്മാരിലെ തന്നെ ഗ്രേറ്റസ്റ്റ് ഗോഡായി മാറിയത്. അത് മാത്രമല്ല ആർച്ച് പ്രീസ്റ്റസ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ കണ്ടുപിടിക്കുകയാണ്. ഗോഡ് ഓഫ് സിംബിയോട്സ് ഉണ്ടാക്കിയെടുത്ത പവർഫുൾ വെപ്പണായ നെക്രോസോഡിനെ വീൽഡ് ചെയ്തവൻ അവനാണ് ഗോർ ദ ഗോഡ് ബുച്ചർ. പക്ഷെ ഗോർ ദ ഗോഡ് ബുച്ചറിനെയും തോർ തോൽപ്പിച്ചു. നെക്രോസോഡ് പല കഷ്ണങ്ങളായിട്ട് ചെതറിപ്പോയി. നെക്രോസോഡിന്റെ അവസാനത്തെ കഷ്ണം ഹാൻഡ് എന്ന ഓർഗനൈസേഷൻ വീണ്ടെടുത്തു. ആർച്ച് പ്രീസ്റ്റസ് നെക്രോസോഡിന്റെ അവസാന കഷ്ണമെടുത്ത് നെക്രോസോഡിന്റെ പവേഴ്സ് ഗോഡ്സില്ലയ്ക്ക് സമ്മാനിക്കുന്നു. വാനഹെയിമിലെ വിസാഡുകളോടും ആൽഫഹെയിമിലെ ട്രോളുകളോടും പോരാട്ടം നടത്തിയിട്ട് തിരികെ ആസ്ഗാർഡിനെ ലക്ഷ്യമാക്കി വരികയാണ് തോർ. തോർ ബൈഫ്രോസ്റ്റിന് വേണ്ടി വിളിക്കുന്നുണ്ടെങ്കിലും ബൈഫ്രോസ്റ്റിന്റെ സംരക്ഷകയായ ലേഡി സിഫ് തോറിന്റെ വിളി കേൾക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഒരു കാര്യം തോറിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ലേഡി സിഫ് മറ്റ് ആസ്ഗാർഡിയൻസിനോടൊപ്പം സ്പേസിൽ ഒഴുകി നടക്കുന്നു. ലേഡി സിഫിനാണെങ്കിൽ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. അവൻ മുന്നറിയിപ്പില്ലാതെയാണ് വന്നതെന്നും അവനെ തടയാൻ സാധിക്കില്ലെന്നും തങ്ങൾക്ക് വേണ്ടി അവനോട് പ്രതികാരം ചെയ്യണമെന്നും മരിക്കുന്നതിന് മുൻപ് തോറിന്റെ കയ്യിൽ കിടന്നുകൊണ്ട് ലേഡി സിഫ് പറയുന്നു. ഒട്ടും സമയം കളയാതെ തോർ ആസ്ഗാർഡിലേക്ക് പോകുന്നു. ആസ്ഗാർഡിൽ എത്തിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം തോർ മനസ്സിലാക്കിയത്. ആസ്ഗാർഡിനെ ഗോഡ്സില്ല നശിപ്പിച്ചിരിക്കുന്നു. തോറിന്റെ കൺമുന്നിൽ നിൽക്കുന്നത് വെറും ഗോഡ്സില്ലയല്ല, അത് നെക്രോ ഗോഡ്സില്ലയാണ്. അതെ, ഗോർ ദ ഗോഡ് ബുച്ചറിന്റെ ശക്തിയുള്ള ഗോഡ്സില്ല ദ ഗോഡ് ബുച്ചർ. ഗോഡ്സില്ല ആസ്ഗാർഡിനെ ആക്രമിക്കുന്നത് കണ്ടതും അത്യധികം ദേഷ്യത്തോടെ തോർ ഒരു മിന്നൽ പിണർ പോലെ ഗോഡ്സില്ലയുടെ നേരെ പാഞ്ഞു വന്ന് ഒറ്റയിടി. ഗോഡ്സില്ലയുടെയും തോറിന്റെയും പോരാട്ടം സ്പേസിലൂടെയും പല റലത്തിലൂടെയും കടന്നുപോയി. അവരുടെ പോരാട്ടം കണ്ടാൽ വേൾഡ് ട്രീ ആയ ഇഗ്ഡ്രാസിലിന്റെ ശിഖരങ്ങൾ കീറി മുറിക്കുകയാണോ എന്ന് തോന്നിപ്പോകും. ആസ്ഗാർഡിയൻസ് എല്ലാവരും മരണപ്പെട്ടിരിക്കുന്നു. ഗോഡ് ഓഫ് തണ്ടറായ തോറിന് അതിനെപ്പറ്റി ഓർത്ത് വിലപിക്കാൻ ഒട്ടും സമയമില്ല. ഗോഡ്സില്ലയെ പ്രഹരിച്ചില്ലാതാക്കുക എന്നത് മാത്രമായിരുന്നു തോറിന്റെ ലക്ഷ്യം. ഒരിക്കൽ പോലും ഗോഡ്സില്ലയെ ഇത്ര ശക്തനായിട്ട് കണ്ടിട്ടില്ല. വളരെ ദേഷ്യത്തിൽ ഗോഡ്സില്ല എൻറ്റയർ വേൾഡ്സിനെ പോലും ഇല്ലാതാക്കാൻ കെൽപ്പുള്ള തന്റെ നെക്രോ ബ്രത്ത് തോറിന് നേരെ പ്രയോഗിക്കുന്നുണ്ടെങ്കിലും തോർ തന്റെ മ്യോൾനിയറിന്റെ സഹായത്തോടെ ഗോഡ്സില്ലയുടെ നെക്രോ ബ്രത്തിനെ തനിക്ക് പറ്റുന്നത് പോലെയെല്ലാം തടയാൻ ശ്രമിക്കുന്നു. ഗോഡ്സില്ല തന്റെ കൈകൊണ്ട് തോറിനെ പിടികൂടി. തോറിനെ തന്റെ വായുടെ അടുത്തേക്ക് വെച്ചിട്ട് ഒരിക്കൽ കൂടെ ഗോഡ്സില്ല തന്റെ നെക്രോ ബ്രത്ത് തോറിന്റെ നേരെ പ്രയോഗിക്കുന്നു. ഈ രംഗം കാണുന്ന ഏതൊരു വ്യക്തിയും ഒന്ന് വിചാരിക്കും, അതായത് ഈ പോരാട്ടത്തിൽ ഗോഡ്സില്ലയാണ് വിജയിച്ചതെന്ന്.
പക്ഷെ അങ്ങനെ പറയാൻ തോർ സമ്മതിക്കില്ലല്ലോ. ഗോഡ്സിലയുടെ നെക്രോബ്രത്ത് ആക്രമണത്തിൽ തോറിന്റെ ഹെൽമെറ്റും ആർമറുമെല്ലാം നശിക്കപ്പെട്ടെങ്കിലും തോറിന് യാതൊരു പ്രശ്നങ്ങളും സംഭവിച്ചിട്ടില്ല. ഒട്ടും സമയം കളയാതെ തോർ പ്രപഞ്ചത്തിലെ എല്ലായിടത്തു നിന്നുമുള്ള കൊടുങ്കാറ്റിനെയും സൗരക്കാറ്റിനെയും കോസ്മിക് ചുഴലിക്കാറ്റിനെയും എന്നുവേണ്ട അനന്തതയിൽ നിന്ന് പോലും ഉത്ഭവിക്കുന്ന ഓരോ കൊടുങ്കാറ്റിനെയും തോർ തന്റെ കൺട്രോളിൽ കൊണ്ടുവന്നു. ആർക്കും വിശ്വസിക്കാൻ കഴിയാത്തത്ര വലിയൊരു സൂപ്പർ സ്റ്റോം അല്ലെങ്കിൽ വലിയൊരു സൂപ്പർ കൊടുങ്കാറ്റ് ഗോഡ്സിലയും തോറും പോരാടുന്ന സ്ഥലത്തേക്ക് വ്യാപിക്കുന്നു. ഒരു ഗാലക്സിയോളം വലിപ്പമുള്ള ഒരു കോസ്മിക് കൊടുങ്കാറ്റായിരുന്നു അത്. ഇത്രയും വലിയ കൊടുങ്കാറ്റ് അടിച്ചിട്ട് പോലും ഗോഡ്സില തന്റെ പോരാട്ടം തുടർന്നുകൊണ്ടിരുന്നു. പോരാട്ടത്തിനിടയിൽ അത്യുഗ്രൻ ദേഷ്യത്തോടെ തോർ ഗോഡ്സിലയുടെ ഫേസ് ലക്ഷ്യമാക്കി തന്റെ സൂപ്പർ ചാർജ്ഡ് വെപ്പണായ മ്യോൾനിയർ കൊണ്ട് പ്രഹരിക്കുന്നു. മൈറ്റി മ്യോൾനിയർ കൊണ്ടുള്ള അടിയേറ്റ ആഘാതത്തിൽ ഗോഡ്സിലയുടെ ഫേസിന്റെ ഒരു ഭാഗം ഇടിമിന്നലേറ്റ് പൊട്ടിത്തെറിക്കുന്നു. ഗോഡ്സിലയ്ക്ക് നന്നായിട്ട് വേദനിച്ചു. ഒരു നിമിഷം തോറുമായിട്ടുള്ള പോരാട്ടത്തിൽ നിന്ന് പിന്മാറാൻ ഗോഡ്സില തീരുമാനിക്കുന്നു. തന്റെ അവസാനം അടുത്തുവെന്ന് മനസ്സിലാക്കിയ തോറ് പോരാട്ടം അവസാനിപ്പിക്കാൻ തയ്യാറായില്ല. താൻ ക്രിയേറ്റ് ചെയ്ത ഒരു ഗാലക്സിയോളം വലിപ്പമുള്ള സൂപ്പർ സ്റ്റോമിനെ തന്നിലേക്കും മ്യോൾനിയറിലേക്കും ആവാഹിക്കുന്ന തോറ് തന്റെ വെപ്പണായ മ്യോൾനിയറിനോട് അവസാനമായിട്ട് ഒരു കാര്യം പറയുന്നു. ഇവിടെ മ്യോൾനിയറിനെ ഒരു സുഹൃത്തായി കാണുന്ന തോറ് ഇതുവരെയും തനിക്ക് സമ്മാനിച്ച വിജയങ്ങൾക്കും മാത്രമല്ല ഇതുവരെയും തനിക്ക് കാണിച്ചു തന്ന അത്ഭുതങ്ങൾക്കും മ്യോൾനിയറിനോട് നന്ദി പറയുന്നു. എന്നിട്ട് തന്റെ എല്ലാ ശക്തിയും എടുത്ത് അതിവേഗതയിൽ തോറ് മ്യോൾനിയറിന്റെ സഹായത്തോടെ പറന്നു വന്ന് ഗോഡ്സിലയെ ആക്രമിക്കുന്നതോടെ പ്രപഞ്ചത്തെ പോലും നടുക്കുന്ന ഒരു സ്ഫോടനം ഉണ്ടാവുകയും ആ സ്ഫോടനത്തിൽ തോറും ഗോഡ്സിലയും അപ്രത്യക്ഷമാവുകയുമാണ്. അങ്ങ് പ്രകാശ വർഷങ്ങൾ അകലെയുള്ള ആർച്ച് പ്രീസ്റ്റസിന് ഗോഡ്സിലയുടെ പതനം അറിയുവാൻ സാധിച്ചു. ഗോഡ്സില ഇല്ലാതായെന്ന് മനസ്സിലാക്കിയ ആർച്ച് പ്രീസ്റ്റസ് ഹാൻഡ് എന്ന ഓർഗനൈസേഷന്റെ സിറ്റാഡലിൽ നിന്നും കൊടും വനത്തിലേക്ക് യാത്രയായി. പിന്നീട് ഒരിക്കലും ആർച്ച് പ്രീസ്റ്റസിനെ ആരും കണ്ടിട്ടില്ല. വൽഹാലയിൽ പോലും ഗോഡ്സിലക്കെതിരെയുള്ള തോറിന്റെ വിജയം ദൈവങ്ങൾ ആഘോഷിച്ചു. എന്നാൽ അതേസമയം തോറിന് വിശ്രമമില്ലായിരുന്നു. അങ്ങ് നരകത്തിൽ പോലും ഗോഡ്സിലയും തോറും തമ്മിൽ ഏറ്റുമുട്ടൽ തുടർന്നു. ഇവരുടെ പോരാട്ടം ഒരിക്കലും അവസാനിക്കത്തില്ലായിരിക്കാം. സമയത്തിന്റെ അവസാനം വരെയും ഗോഡ്സിലയും തോറും തമ്മിൽ ഏറ്റുമുട്ടിയേക്കാം. ബഹിരാകാശത്ത് നശിക്കപ്പെട്ട മ്യോൾനിയറിന്റെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നു. അതുമാത്രമല്ല ബഹിരാകാശത്ത് ഒഴുകി നടക്കുന്ന ഗോഡ്സിലയുടെ ഹൃദയം പതുക്കെ ഇടിക്കുന്നതോടെ കഥ അവസാനിക്കുന്നു. സോ ഗൈസ്, ഗോഡ്സില വേഴ്സസ് തോർ എന്ന ഈ കോമിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ അത്യാവശ്യം നന്നായിട്ട് ഈ സ്റ്റോറി പൂർത്തിയാക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.